இல்லைங்க நான் போது வர சிரிச்ச இது இல்லை பாருங்க சரியான கொம்பா பாருங்க சரியான சைஸ் வண்டி தார போயிடுச்சுன்னு வச்சுக்கா பொம்மைதான். ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേൾട്ടൻ മല്ലു ട്രക്കർ. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇതുവരെ അധികം ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലത്തിലോട്ടാണോ നമ്മൾ നൈറ്റ് റൈഡ് ചെയ്യാൻ പോകുന്നത്. നീലഗിരി ഹിൽസിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഹിഡൻ ആയിട്ട്. അപ്പോൾ അതുപോലുള്ള ഒരുപാട് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അധികം ആരും പോകാത്ത നമ്മുടെ ഒരു ഹിഡൻ ഫോറസ്റ്റ് റൂട്ടിലൂടെ നമ്മൾ ഒരു നൈറ്റ് റൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നീലഗിരി ജില്ലയിൽ തന്നെ കോത്തഗിരി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. എന്നാൽ കീഴ്കോത്തഗിരിയിലെ ഗരിക്കൂർ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അധികം ആരും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ വീഡിയോ ഭയങ്കര അഡ്വഞ്ചർ ആയിരിക്കും. നേരെ വീഡിയോയിലോട്ട് പോവാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. നീലഗിരി ജില്ലയിൽ ഈ കോത്തഗിരി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അഡ്വഞ്ചറാണ്. അപ്പോൾ ഈ കീഴ്കോത്തഗിരി പറഞ്ഞാൽ അതിലും ഭയങ്കര അഡ്വഞ്ചറാണ്. ഈ ഗരിക്കൂർ എന്ന് പറയുന്നത് ഭയങ്കര അടർന്ന വനമാണ് കേട്ടോ. ഒരുപാട് വൈൽഡ് അനിമൽസ് പകൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ രാത്രിയിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും അവസ്ഥ, അതുകൊണ്ടാണ് കേട്ടോ ഈ റൂട്ടിലൂടെ പോകുന്നത്. എന്നാൽ ഇതിനായിട്ടാണോ പോകുന്നത് വെച്ചാൽ അല്ല, നമ്മുടെ വൈൽഡ് ലൈഫിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതുവഴി കോയമ്പത്തൂർക്ക് ചാടാൻ ഒരു ഫോറസ്റ്റ് റൂട്ട് ഉണ്ട്. അധികം ആരും അറിയാത്ത റോഡാണ്. അപ്പോൾ അതിലൂടെ പോയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരാനുള്ള പ്ലാനാണ്. ഒരു വൈൽഡ് അനിമൽസിനും ഉപദ്രവിക്കാനല്ല കേട്ടോ പോകുന്നത്. നമ്മുടെ ആദ്യത്തെ സൈറ്റിൽ നിന്ന് തന്നെ അല്ല ഐശ്വര്യമായിട്ട് മുള്ളംപന്നി എന്നാട്ടോ തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് പേര് ഇതിന് തെറ്റിദ്ധരിക്കാറുണ്ട് ഇതിൻ്റെ ദേഹത്തുള്ളത് മുള്ളാണെന്ന്. ശരിക്കും അതിൻ്റെ രോമാണത്. ഭയങ്കര തിക്കായിരിക്കും ബാക്കിലുള്ള രോമങ്ങളൊക്കെ, അതാണ് മുള്ളെന്നൊക്കെ എല്ലാവരും പറയുന്നത്. പക്ഷേ ശരിക്കും അത് മുള്ളല്ല കേട്ടോ, അത് അതിൻ്റെ രോമങ്ങളാണ്. പക്ഷേ ബാക്കിലുള്ളത് മാത്രം കുറച്ച് തിക്ക് കൂടിയെന്നുള്ളൂ. சும்மா ஒன்றும் இல்லாமல் இருக்கு. ஒரு 4 ஐட்டம் சில்லறை ஐட்டம் இருந்தாலும் கூட കോത്തഗിരിയിൽ ഒരുപാട് തവണ നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തവണ റൈഡിങ്ങിൽ നമുക്ക് നല്ല അടിപൊളി അഗ്രസീവായിട്ടുള്ള വൈൽഡ് അനിമൽസിൻ്റെ സൈറ്റിങ് ഇഷ്ടം പോലെ കിട്ടിട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ വളരെ റിസ്ക് എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. പരമാവധി നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ അറിയിക്കണം. ഇതിലൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും ഞങ്ങൾ വൈൽഡ് അനിമൽസിനെയോ കാടിനെ ഉപദ്രവിക്കുന്നില്ല കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കിട്ടിയ അടുത്ത സൈറ്റിങ് ഇതാ വീണ്ടും ഒരു മുള്ളംപന്നി. പക്ഷെ പെട്ടെന്ന് റോഡ് മുറിച്ച് ഇതാ നേരെ ഈ തേയിലത്തോട്ടൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പോയിട്ടോ. എടുത്ത് പോയി നോക്കിയപ്പോൾ ആളെ കാണാല്ല. ആളെപ്പേക്ക് സ്കൂട്ടായി ദേ പോണം അതിൻ്റെ ഉള്ളിൽ കൂടെ. വേനൽക്കാലത്ത് തന്നെ കോത്തഗിരി നല്ല തണുപ്പായിരിക്കും. പിന്നെ ഈ മഴക്കാലം തണുപ്പാലൊക്കെ ആയിക്കഴിഞ്ഞാൽ പറയണ്ടല്ലോ. സത്യം പറഞ്ഞാൽ കൈ പുറത്തിട്ട് വീഡിയോ എടുക്കാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ, അത്രയും തണുപ്പാണ്. കാണുമ്പോൾ കോടി മഞ്ഞൊന്നും ഇല്ലെങ്കിലും കോത്തഗിരി പിന്നെ എപ്പോഴും തണുപ്പാണല്ലോ. നല്ല തണുപ്പുണ്ടെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. എൻ്റെ കൈ ഇങ്ങനെ മരവിച്ച് പോയി. സാധാരണ ഈ റൂട്ടിലൂടെ പകൽ നേരത്തെ തന്നെ പുള്ളിപ്പുലികളും കരിമ്പുലിയൊക്കെ കാണാൻ പറ്റും കേട്ടോ, നമ്മുടെ ബ്ലാക്ക് പാന്തറും ലെപ്പേർഡൊക്കെ. ഫ്രണ്ട്സ്, ഇനി അങ്ങോട്ടാണ് കേട്ടോ ശരിക്കും ത്രില്ലിങ്ങും ആ പേടിപ്പെടുത്തുന്ന ഒരു യാത്ര. മേൽകോത്തഗിരി നിന്ന് കീഴ്കോത്തഗിരി വരെ നമ്മൾ എത്തിട്ടോ. ഇനി അങ്ങോട്ടാണ് അഗ്രസീവ് ആയിട്ടുള്ള വൈൽഡ് അനിമൽസിൻ്റെ ഒക്കെ സൈറ്റിങ്സ് കിട്ടാറ്. പകൽ നേരത്ത് ബൈക്കിൽ ഇതിലൂടെ വന്നപ്പോൾ ഒരു തവണ നമുക്ക് പുള്ളിപ്പുലി ജസ്റ്റ് മിസ്സായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഈ കരടി മുന്നിക്ക് ചാടുന്നു കേട്ടോ. ഞങ്ങളെ കണ്ടിട്ട് ആശം വേഗം അടിയിലേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഡാഷ് ക്യാമറയിൽ വീഡിയോ കുടുങ്ങിയിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. ആളെ ഇറങ്ങി താഴെ ഓടിയപ്പോഴേക്കും കുറച്ചു നേരം സൈറ്റിംഗ് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാണ്ട് അങ്ങനെ പോയിരുന്നത്. ശരിക്കും എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് കരടിയോ അല്ലെങ്കിൽ പുള്ളിപ്പുലിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ളത്. അങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഈ കരടി മുന്നിലേക്ക് കയറി വരുന്നത് കേട്ടോ. ആശാനൊന്ന് ആദ്യം കയറി നിന്ന് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളെ. ഈ കാണുന്ന ഈ കരടി മാത്രമല്ല കേട്ടോ, പക്ഷെ അതാ താഴെ ഇറങ്ങിപ്പോയില്ലേ. നീ വരണം കേട്ടോ, ഒരുപാട് കരടിയുടെ സൈറ്റിംഗ് ഒക്കെ. ഏതായാലും ഇടയ്ക്കിടയ്ക്ക് ആൾ ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മൂന്നാമത്തെ സൈറ്റിങ് നല്ല കരടിക്കുട്ടനെ കിട്ടിട്ടോ. ഈ വീഡിയോ മുഴുവൻ ഇന്ന് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല അടിപൊളി സൈറ്റിങ്സ് ഇനിയും പുറകെ വരാനുണ്ടേ.
ഈ കീഴ്കോത്തഗിരിയില് ഇതുവരെ ആരും പോകാത്ത സ്ഥലമാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഈ വൈൽഡ് ആനിമൽസിന്റെ സൈറ്റിങ്സ് നമുക്ക് കിട്ടുന്നത്. ഇത് ചെറിയ ചെറിയ ഗ്രാമത്തേക്ക് എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളു വണ്ടി വരിക, രാത്രി ഒട്ടും വരില്ല. അതുകൊണ്ട് തന്നെ വൈൽഡ് ആനിമൽസ് ഇവിടെ രാത്രികാലങ്ങളിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. മോളിക്ക് ഇങ്ങനെ നോക്കി പോയിരുന്നു ഏതെങ്കിലും പുള്ളിപ്പുലി മരത്തിൽ കിടക്കുന്നുണ്ടോന്ന്. അങ്ങനെ നോക്കി പോയപ്പോഴാണ് ഇതേ നിൽക്കുന്ന ഒരു അമ്മയും കുട്ടിട്ടോ. അമ്മാന ഏതായാലും ഈ നേരത്തെ നല്ല ശ്രദ്ധയിലായിരിക്കും, കാരണം കുട്ടി കൂടെ ഉള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എപ്പോഴാണ് ഞങ്ങളെ മേത്തേക്ക് ചാർജ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഇത് ക്രോസ് ചെയ്തിട്ട് വേണം ഞങ്ങൾ പോവാൻ. ഇത് വഴി തന്നെ നിൽക്കുന്നതുകൊണ്ടാട്ടോ ഇങ്ങനെ നിന്ന് കാണിച്ചു തരുന്നത്. എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മ കുറെ നേരം കുട്ടീനെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്നു, കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളൊന്നും ഉപദ്രവിക്കുന്നില്ല, ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ള മനസ്സിലായപ്പോൾ ആള് പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വീണ്ടും. ശരിക്കും ഈ ആന നിൽക്കുന്നത് ഒരു വളവിലാണ്. ഞാൻ സൂം ചെയ്തിട്ടാണ് വീഡിയോ വെക്കുന്നത്. ഈ ആനേനെ കടന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പൊ ഞങ്ങൾ വളയ്ക്കുന്ന നേരെ ഞങ്ങൾ മേത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമില്ലെന്ന് വെച്ചിട്ടാണ് കേട്ടോ നിർത്തി കാണിക്കുന്നത്. ഏതായാലും ആള് ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെയും ചക്ക നല്ല രീതിയിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ ഇടയ്ക്ക് ചെറിയ ചെറിയ പീസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവന്റെ ഇടയിൽ കൂടെ കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ കണ്ടില്ലേ നിങ്ങള്? ആദ്യം കാലുകൊണ്ട് ചക്കയ്ക്ക് നല്ല ചവിട്ടൊക്കെ കൊടുത്തിട്ടോ, എന്നിട്ട് മൊത്തം എടുത്ത് വായിക്കുന്ന വെച്ച് കഴിക്കാണ്. ഫുള്ളും കഴിക്കാനും പറ്റുന്നില്ല, ഇടയ്ക്ക് കുറെ തുപ്പുന്നൊക്കെ ഉണ്ടേ. ரெண்டு கையிலும் போன்றிருக்குண்ணா. ஜூம் பண்ற கை இல்ல. மூணாவதா இன்னொரு கை வரும்போது கொண்டு சிறுத்தை வந்து கையை கடிக்காம இருந்தது. சரி, சூப்பர் சைட்டிங். മാസങ്ങളോളം പ്രായമുള്ള ഈ കുട്ടീനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലോ ഫ്രണ്ട്സ്. ജനിച്ചിട്ട് ദിവസങ്ങൾ പഴക്കമുള്ള ഒരു കുട്ടിയും കൂടെ വരാണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. ആശാനെ ജസ്റ്റ് മിസ്സിലേക്ക് കാണുള്ളൂ, എന്നാലും ചെറിയൊരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. അതായത് ആകെ ഞങ്ങൾ വിചാരിച്ച് ഇവർ രണ്ടുപേരും മാത്രമെന്നാണ്, പക്ഷെ ഇവരെ പുറകിലും ഒരു കൂട്ടം തന്നെ ഉള്ളത് പിന്നെയാണ് മനസ്സിലായത്. അവരുടെ കൂട്ടത്തിൽ ഒരു കുട്ടീന് കേട്ടോ, ജനിച്ചിട്ട് വെറും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിന് കാരണം അതിൻ്റെ മേൽ ഭാഗത്ത് ഫുള്ളും ചുമന്ന നിറം ഇപ്പോഴും മാറിയിട്ടില്ല. ഈ ആനക്കുട്ടികളൊക്കെ കാട്ടിക്കൂട്ടുന്ന അഭ്യാസങ്ങളുണ്ടല്ലോ, ഇത് കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ആ കുട്ടിത്തെ സ്വഭാവം കൊണ്ട് കാണിക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ ആള് ചെറുതായിട്ട് ഒരു പേടിയൊക്കെ ഉണ്ടാവുന്ന തോന്നണം. അമ്മയുടെ ആ എടുക്കുന്ന പുറത്തേക്ക് വരുന്നില്ല ആള്. ഈ ചക്ക കഴിക്കുന്ന നല്ലൊരു വിഷ്വൽ എടുക്കണമെന്ന് കുറേ നേരം നോക്കിയപ്പോഴാണ് ഇതേ കഴിക്കുന്ന ഒരു മുഴുവൻ ചക്ക ഉള്ളിക്കണ തള്ളി കയറ്റിട്ടോ. എൻ്റെ ഒരു ബലമായുള്ള ഒരു സംശയം, ഇവർക്ക് അതിൽ ആ തോൽഭാഗത്തുള്ള മുള്ള് നാവിൽ കുത്തില്ല എന്നാണ്. ഈ ചെറിയ കുട്ടിയാന തിരിയോ എന്ന് ഒരുപാട് നേരം ശമിച്ച് നിൽക്കുമ്പോൾ അതേ തിരിഞ്ഞുട്ട് ആശാന്. ഓ, ആ തിരിഞ്ഞു വരുമ്പോഴുള്ള ഭംഗി നോക്കി. കാട്ടിൽ കൂടുതലും കയറും തോറും ഈ കുട്ടികൾ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാട്ടോ. ആനക്കുട്ടീനാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വീണ്ടും ഒരു കാര്യം പറഞ്ഞു തരാം, ഈ വീഡിയോ സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്, അവരെടുത്തേക്ക് പോയിട്ടൊന്നുമല്ല. ഈ വന്യമൃഗങ്ങളെ ഞങ്ങൾ ഒട്ടും ഉപദ്രവിക്കൊന്നുമില്ല, ബുദ്ധിമുട്ടിക്കൊന്നുമില്ല കേട്ടോ. ദൂരത്തു നിന്ന് കാണുന്നു, അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങൾ അവിടെ നിന്ന് പോവിട്ടോ. ശരിക്കും ഇത് വളവിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരെ കടന്നു പോകാൻ പറ്റാത്തത്. ഇനി ഇവരെ കടന്നു പോകുമ്പോൾ അവരെന്താ ചെയ്യണമെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കണേ. ഇത്രയും നേരം അടങ്ങിയിരുന്നാണ് അതാ ഞങ്ങളുടെ മേത്തേക്ക് അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടല്ലേ. ശരിക്കും ഞങ്ങൾക്ക് ആ വളവ് ഓടിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്, പക്ഷെ ആശം പേടിച്ചിട്ട് ഞങ്ങളുടെ മേത്തേക്ക് അഗ്രസീവായിട്ട് വരികയാണ്. പക്ഷേ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ തിരിഞ്ഞതിനെ പൊക്കോളും, നമ്മളവരെ ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. കാരണം വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ അത് നേരെ അവരുടെ മേത്തേക്ക് വരണമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അഗ്രസീവായിട്ട് നമ്മളെ മേത്തേക്ക് വരുന്നത്. ഈ സ്ഥലത്ത് സ്ഥിരമായിട്ട് ബ്ലാക്ക് പാന്തറിനൊക്കെ ഇവിടെ കണ്ടുവരുന്നുണ്ടെന്നാണ് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ. ഇത് ശരിക്കും ഒരു ഡെൻസ് ഫോറസ്റ്റ് ആണ്. ഇവിടെയും ചെറിയ ചെറിയ ഈ മലവാസി മക്കൾ എന്ന് പറയുന്നവർ ഇന്നും ജീവിക്കുന്നുണ്ട് കേട്ടോ. അതല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ആരും വരാറില്ല. ഇല്ല എനിക്ക് இந்த ஏரியா பேரே தெரியாதுண்ணா. வந்திருக்கோம், நானும் ஒன்றும் பைக்கில் சுற்றணும் 2 நாள். ഈ റോഡിലൂടെ പോകുമ്പോൾ വീണ്ടും ഒരുപാട് ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടങ്ങളൊക്കെ കണ്ടായിരുന്നു.
അങ്ങനെ നോക്കി പോകുമ്പോഴാണ് വീണ്ടും ഒരു അമ്മയും കുഞ്ഞും ഞങ്ങൾ കണ്ടത് കേട്ടോ. ഈ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞില്ലേ ഞാൻ, ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ ജനിച്ചിട്ട് ആകെ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിന് കാരണം അതിൻ്റെ തോൽഭാഗങ്ങളൊക്കെ ഇന്നും നല്ല ചുമപ്പ് നിറത്തിലാണ് കണ്ടിരുന്നത്. ആളിത്തിരി ദൂരത്താണ്, നല്ല ചെറിയൊരു ക്ലിപ്പ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ. എന്നാൽ അത് മാത്രമല്ല കേട്ടോ, അതിൻ്റെ ബാക്കിൽ ഒരു ടസ്കറും കൂടി വരാനുണ്ട്. നല്ല ജയ്ജാണ്ടിക്കായിട്ടുള്ള ഒരു ടസ്കർ, ഒരു കൊമ്പം കൂടെ വരും കേട്ടോ ഇനി വരുന്ന വിഷ്വൽസിൽ. അങ്ങനെ ഫ്രഷ് ആയിട്ട് ആനപ്പിണ്ടം കണ്ടപ്പോൾ ഇവിടെ ചുറ്റുമുട്ടൊന്ന് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഇതേ നിൽക്കുന്നു വീണ്ടും ഒരു അമ്മയും കുഞ്ഞുട്ടോ. അമ്മനെ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കാണുന്നത്. ഇനി ഇവരുടെ കാലിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ജനിച്ച ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഒരു ആനക്കുട്ടി ഇങ്ങനെ നടന്നു വരും കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയേ. അങ്ങനെ റെയർ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഇങ്ങനത്തെ സൈറ്റിങ്സ് ഒക്കെ. ஏன்னா இதுக்கும் குட்டி இருக்குங்கண்ணா. அங்க பாருங்க, ரொம்ப சின்ன குட்டி. இது രണ്ടാമത്തെ കുട്ടി. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കുമ്പോ ചിലപ്പോ കാണാൻ കിട്ടിയിട്ടുണ്ടാവില്ല ആ കുട്ടീനെ. അപ്പൊ ഏതായാലും നല്ലൊരു അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. എന്നാൽ ഇത് മാത്രമല്ല, ഇതിന് പുറകെ ഒരു കൊമ്പൻ കൂടി വരുന്നുണ്ട്. ഞങ്ങൾ ഇവരെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുകൾ പുറത്ത് നല്ല ഒട്ടിക്കുന്ന സൗണ്ട്, മരം ഇങ്ങനെ ഒട്ടിക്കുന്ന സൗണ്ട് നോക്കുമ്പോണ്ട് എന്റെ പൊന്നൊരു ഒന്നൊന്നര ടസ്കർ. ശരിയാണ് കൊമ്പ, ശരിയാണ് സൈസ്. അങ്ങനെ ആള് വളരെ ദൂരത്തായ കൊണ്ട് കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ഒരു ഒന്നൊന്നര ഒരു ടസ്കർ തന്നെ ആയിരുന്നേ. ഞങ്ങൾ ഇതാ വീണ്ടും മുന്നോട്ട് പോകുമ്പോ അപ്രത്യക്ഷമായിട്ട് വീണ്ടും ഒരു കരടി നമ്മളെ വണ്ടിയുടെ മുന്നേ ഓടിപ്പോയിട്ട് ആ ഓടുന്നുണ്ട് അമ്പലത്തിന്റെ മുകളിലേക്ക് കയറുന്നത്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഡാഷ് ക്യാമറ കാണിച്ചു തരാണ്. ആ ചാടി കയറുന്നുണ്ടോ നിങ്ങള്? പെട്ടെന്ന് കാറിന്റെ മുന്നിൽ ചാടിയത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡാഷ് ക്യാമറയിൽ കിട്ടിയ വിഷ്വലോട്ടോ കാണിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഈ അമ്പലത്തിനെ കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സ്ഥലത്തിനൊക്കെ കുറിച്ചിട്ട് പകല് ബൈക്കിൽ വന്നിട്ടുണ്ട് ഞാൻ ഇതിലൂടെ. അതൊരു ഒന്നൊന്നര ഫോറസ്റ്റ് ബൈക്ക് റൈഡ് തന്നെ ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ആ വീഡിയോയുടെ ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ആ വീഡിയോ കൂടെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റിൽ അറിയിക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഒരു അടർന്ന കാട്ടിലൂടെ നമ്മൾ ബൈക്കിലായാലും അല്ലെങ്കിൽ കാറിലായാലും യാത്ര ചെയ്യുമ്പോൾ, അതായത് രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നല്ല പേടിയായിരിക്കൂലേ. എന്നാൽ പകൽ നേരത്ത് കുറച്ച് ഫ്രീ ആയിരിക്കും, പേടിയൊക്കെ ഇല്ലാതെ. പക്ഷേ ഈ റൂട്ടിലൂടെ പകൽ നേരത്ത് പോയാലും നല്ല പേടിയായിരിക്കും കേട്ടോ. കാരണം പകൽ ഇത് ഭയങ്കര കാടായിട്ട് നിങ്ങൾക്ക് അപ്ലൈ തോന്നുള്ളൂ. ഭയങ്കര ഡെൻസ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഓഫ് റോഡൊക്കെ ചെയ്തിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ പോവാൻ. അതാണ് ഞാൻ പറഞ്ഞത് ഈ റൂട്ടിലൂടെ അധികം ആരും പോയിട്ടില്ല എന്നുള്ളതും പിന്നെ നമ്മുടെ മലയാളികൾക്ക് അധികം അറിയാത്ത റോഡാണെന്നുള്ളതും. കോത്തഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആദ്യം ആൾക്കാരുടെ മൈൻഡിൽ വരുന്നത് ഈ കാട്ടിയായിരിക്കും കേട്ടോ. ഈ കാട്ടി ഇവിടെ തലങ്ങും വിലങ്ങും ഉണ്ട്. ഞങ്ങൾ അങ്ങനെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ താഴെ ഒരു കരിമ്പുലി പോലെ ഒരു സംഭവം ഓടിപ്പോയി. പക്ഷെ ഉറപ്പില്ല, ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതൊരു മരപ്പട്ടി പോലെ കേട്ടോ ഞങ്ങൾക്ക് തോന്നിയത്. എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, കരിമ്പുലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രിപ്പ് അടിപൊളിയാവുമല്ലോ. ഒരു മരപ്പട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അതാ ഓടുന്നു, ഇതേ ഓടിപ്പോയി. പിന്നെ ഇതേമാതിരി തന്നെ അപ്പളി വന്ന് പാറയിൽ ഓടിച്ച്. ഇത് കാണാൻ മരണായത്, ഇങ്ങനെ പറഞ്ഞു. അതേതാ 2-3 இருக்குங்கண்ணா அந்த பக்கம் ஒன்று இல்லை, உள்ள போயிடுச்சு. മരപ്പട്ടി ഉണ്ടായിരുന്നു, അത് ഓടി. എത്ര പേർക്ക് ഇതുപോലുള്ള കരിമ്പുലിയും ആനയും കടുവയും പുലിയും ഉള്ള ഈ കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ അർദ്ധരാത്രി യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതെന്നുള്ളത് ഒന്ന് കമന്റിൽ പറയണം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് റോങ് ആയിട്ടൊക്കെ പറയാറുണ്ട് കേട്ടോ. എന്തിനാടാ ഞങ്ങൾക്ക് ഈ നേരത്തെ ഇവിടെ പോകേണ്ട ഒരു ആവശ്യം എന്നൊക്കെ. ജസ്റ്റ് ഞാൻ ഒരു കോമഡിക്ക് പറഞ്ഞതാണ്. പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു രസമല്ലേ. അങ്ങനെ കുറച്ചും കൂടെ മുന്നിൽ പോയപ്പോൾ അതാ വീണ്ടും ഒരു പിടിയാന കേട്ടോ. ഇത് ഒറ്റയ്ക്കായിരുന്നു, കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഇവിടെ ഒരു കൂട്ടാണ് കേട്ടോ ഈ ചുറ്റുവട്ടത്തിൽ. ഞങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ടാണ് കിട്ടുന്നത്. ആളാദ്യം റോട്ടിലായിരുന്നു, പിന്നെ ഞങ്ങൾ വരവ് കണ്ടിട്ട് നേരെ മുകളിലേക്ക് കയറി പോയിട്ടോ. ഇത് ശരിക്കും ഒരു കാപ്പിത്തോട്ടാണ്. ഈ കാപ്പിത്തോട്ടത്തിന്റെ നടുക്കൊക്കെ ഫുള്ളും നല്ല ചക്കമരങ്ങളുണ്ട്. അപ്പൊ നല്ല ചക്ക കിട്ടുന്നതുകൊണ്ട് അവർ സ്ഥിരമായിട്ട് ഈ റൂട്ടിലൂടെ കണ്ടുവരുന്നുണ്ട് കേട്ടോ. റിവേഴ്സിൽ ഇങ്ങനെ വരാൻ കാരണം അതിന്റെ പുറകെ വേറെ കുറെ ഒടിക്കുന്ന, അതായത് മരം ഒടിക്കുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടായിരുന്നു. ഇനി വേറെ വല്ല കൂട്ടത്തിൽ ആനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടോ നോക്കിയത്. പക്ഷെ ഒന്നും കാണാനില്ല, ഒന്ന് മാത്രമേ കണ്ടതുള്ളൂ.
നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ കരടി ചാടി കയറിയ ഒരു അമ്പലം ഉണ്ടല്ലോ, ആ റൂട്ടിലൂടെ ഒന്നും കൂടെ തിരിച്ചു വന്ന് നോക്കിയതാണ് കേട്ടോ. ചിലപ്പോൾ കരടി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും കുറച്ച് നേരം ടോർച്ചൊക്കെ അടിച്ച് നോക്കിയപ്പോൾ ആശാനൊന്നും കണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു ലക്കാണ്. സ്ഥിരമായിട്ട് കാണും എന്നുള്ളൊരു ഉറപ്പ് വെച്ചിട്ട് നമ്മൾ എന്തായാലും കാട് കയറാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഒരുവിധം പകലായിട്ടോ, ഞങ്ങൾ രാത്രി തുടങ്ങിയ യാത്രയാണ്. പകലായി ഹിഡനായിട്ടുള്ള ഈ റോട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെയൊക്കെ നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ യാത്ര ചെയ്യാൻ. ഇൻ കേസ് നിങ്ങൾ ഈ റൂട്ടിലൂടെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ. നമ്മുടെ കോത്തഗിരി നേരം വെളുത്ത് വരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നേ കാണാം. കാടിന്റെ ഭംഗി ഇതായി തമിഴ്നാട്ടിലത്തെ KSRTC പഴയ ബസ്സുകളാണ് കേട്ടോ. ഇതൊന്ന് നോക്കി നോക്കിയാൽ ഈ കാട്ടിലൂടെയും ബസ് വരുന്നതാണ് ഹൈലൈറ്റ്. നല്ല രസമായിരുന്നു കേട്ടോ ഇത് കാണാൻ. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ബ്രോ നിങ്ങളുടെ കൂടെ റൈഡിംഗ് ഒക്കെ വരാൻ പറ്റുമോ എന്നുള്ളത്. വരാം, ഇത്തിരി അഡ്വഞ്ചറും റിസ്ക് ഒക്കെ ആയിരിക്കും എന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാം ID ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓൾറെഡി 2-3 ഫ്രണ്ട്സൊക്കെ എന്നോട് ഞാനും വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ സ്ഥിരമായിട്ട്. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഉറപ്പായിട്ടും ഇതിലൂടെയൊക്കെ യാത്ര ചെയ്യാം കേട്ടോ, ബൈക്കിൽ തന്നെ. പക്ഷെ ശ്രദ്ധിച്ചിട്ടൊക്കെ വരണം, അതാണ് ഞാൻ പറയാനുള്ള കാരണം. ഇനി ആനേനെ പേടിക്കേണ്ട, പുലിയെ പേടിച്ചാൽ മതി എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ നമ്മുടെ പുലിമുരുകനില്. അതുപോലെ തന്നെ ഈ കാട്ടിലൂടെ ഇനി അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ കരിമ്പുലിനെ കാണുമെന്നുള്ളതാണ് ഹൈലൈറ്റ്. അതുകൊണ്ടാട്ടോ വീഡിയോ എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കാട് കണ്ടില്ല, എത്ര ഡെൻസ് ഫോറസ്റ്റിനുള്ളിലാണ് നമ്മൾ രാത്രി മാത്രം യാത്ര ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ. ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാത്രി പോലും ഇത് അത്ര പേടി ഉണ്ടാവില്ല, പകൽ നേരത്തായിരിക്കും കേട്ടോ നല്ല പേടി. അപ്പോൾ ഇതുപോലെ ഹിഡൻ ആയിട്ടുള്ള ഇതുവരെ ആൾക്കാർ അധികം പോവാത്ത സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുള്ള നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിലും വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. നല്ല തണുപ്പായിരുന്നു കേട്ടോ.